ഒറ്റപ്പാലം ജവഹർലാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ജിതിൻ കൃഷ്ണ. എൻ്റെ ടീം മെമ്പേഴ്സാണ് ജിതിൻ, നിഖിൽ, മനു, ശ്രീകുട്ടൻ, പിന്നെ ഞങ്ങളുടെ ഗൈഡ് അനുമോദ് സാർ. നമുക്കറിയാം, ഇന്ന് കേരളത്തിലോ ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ എടുത്താൽ ഉള്ളൊരു വാഹനമാണ് ഇരുചക്ര വാഹനങ്ങൾ. പക്ഷേ അതിൻ്റെ ഒരു സേഫ്റ്റി ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ സേഫ്റ്റി മെഷേഴ്സ് കുറവാണ് ഇരുചക്ര വാഹനങ്ങളിൽ. അപ്പോൾ ഞങ്ങളുടെ ഐഡിയ എന്താ വെച്ചാൽ, ഓട്ടോമാറ്റിക്കായിട്ട് ഒരു 2 വീലറിൻ്റെ സൈഡ് സ്റ്റാൻഡ് റിട്രീവ് ചെയ്യുന്ന സിസ്റ്റമാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെക്കാനിസമാണ്. ഇവിടെ സെൻസേഴ്സോ മോട്ടറോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സിമ്പിൾ മെക്കാനിക്കൽ ആക്ഷൻ വഴി നടക്കുന്നൊരു സിസ്റ്റമാണിത്. നമ്മൾ സൈഡ് സ്റ്റാൻഡ് തട്ടാൻ മറന്നു പോവുകയാണെങ്കിൽ വണ്ടി ഫ്രണ്ടിലോട്ട് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സൈഡ് സ്റ്റാൻഡ് റിട്രീവ് ആവുന്നതാണ് വരുന്നത്. നമുക്ക് മാനുവലായിട്ട് സൈഡ് സ്റ്റാൻഡ് കിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. അതിനൊന്നും ഇത് ബാധിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. സിമ്പിൾ മെക്കാനിക്കൽ ആക്ഷനായ കാരണം കേവലം 500 രൂപയിൽ താഴെ മാത്രമേ ഇതിൻ്റെ ചിലവ് വരുന്നുള്ളൂ. ഇതൊരു കമ്പനി മാനുഫാക്ചേഴ്സ് മൊത്തത്തിൽ ഏറ്റെടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. പറയത്തക്കതായിട്ട് ഒന്നും ഉണ്ടായിരിക്കില്ല. കാരണം ജസ്റ്റ് ഒരു 2 ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു ടെക്നോളജി എന്ന് പറയുമ്പോൾ അത് കൂടുതൽ കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം. ഒരു പുതിയ ഇന്നോവേഷൻ എളുപ്പത്തിൽ കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം. കൊമേഴ്ഷ്യലൈസ് ചെയ്യണമെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കണം, ചീപ്പായിരിക്കണം, സിമ്പിളായിരിക്കണം, പിന്നെ ഒരു മെജോറിറ്റിക്ക് ഗുണപ്രദമായിരിക്കണം. അല്ലെങ്കിൽ അത് നമുക്ക് കൊമേഴ്ഷ്യലൈസ് ചെയ്തുകൊണ്ട് വലിയ ലാഭം ഉണ്ടാവില്ല. അപ്പോൾ ഈസിലി കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റമാണിത്. ഇപ്പോൾ നമ്മളുടെ ഇവിടെയൊക്കെ ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. സൈഡ് സ്റ്റാൻഡ് തട്ടാതെ പോകുന്നത്, ടേണിങ്ങിൽ എത്തുമ്പോഴൊക്കെ വണ്ടി ഔട്ട് ഓഫ് കൺട്രോൾ ആകുന്നതൊക്കെ സാധാരണമാണ്. അതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ളൊരു ചീപ്പായിട്ടുള്ളൊരു മെക്കാനിസമാണിത്. ഇത് ഈസിലി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതുമാണ്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എൻജിൻ ഔട്ട്പുട്ടായിട്ട് ഒരു സ്പ്രോക്കറ്റ് എടുത്തിട്ടുണ്ട്. വർക്ക് ചെയ്ത് കാണിക്കും. ഓക്കെ, ഒരു റോക്കർ ആമും ഒരു ലോക്കിംഗ് സിസ്റ്റമാണുള്ളത്. ഇത് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. വണ്ടി ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാൻഡ് റിട്രീവ് ആവുന്നതാണ്.